Hi students, welcome back to Bosco Campus Vision. This is the 34th lecture on entrepreneurship development. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. The last class we discussed about the project report, that is the requirements or contents of a project report. In today's session, we are going to discuss principles or guidelines for the preparation or formulation of project report. Actually, these guidelines or principles are given by the Planning Commission of India. The Planning Commission of India issued some guidelines for the preparation of or formulation of the project report. The following are the main guidelines that are given by Planning Commission of India. First one is general information. We have preliminary analysis of alternatives. Then project description. We have marketing plan. Then we have capital requirements and cost. We have operating requirements and cost. We have financial analysis. We have economic analysis and simple and concise. ഇത്രയും ഗൈഡ് ലൈൻസ് ആണ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന പ്രിൻസിപ്പിൾസ് ഇത്രയും 9 കാര്യങ്ങളാണ് അവർ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ജനറൽ ഇൻഫോർമേഷൻ. ജനറൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഏത് ഇൻഡസ്ട്രിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ആ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ. ദാറ്റ് ഈസ് എലോങ് വിത്ത് ദ ഫീസിബിലിറ്റി റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് ഓഫ് ദി ഇൻഡസ്ട്രി ടു വിച്ച് ദ പ്രോജക്റ്റ് ബിലോങ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോജക്റ്റ് റിപ്പോർട്ട്. അതായത് ഇൻഡസ്ട്രിയുടെ പാസ്റ്റ് പെർഫോമൻസ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജനറൽ ഇൻഫർമേഷൻ. ഒന്നുകൂടി പറയാം, ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫീസിബിലിറ്റി റിപ്പോർട്ടിനോടൊപ്പം തന്നെയും നമ്മുടെ പ്രോജക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കമ്പനി തുടങ്ങുന്നതിനായിരിക്കും, അതാണല്ലോ നമ്മുടെ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ആ ഒരു പ്രോഡക്റ്റ് ഏത് ഇൻഡസ്ട്രിയിലേക്ക് ബിലോങ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കി ആ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണെന്ന് നോക്കുന്നു, എന്ത് ടൈപ്പിലുള്ള ഇൻഡസ്ട്രി ആണെന്നുള്ള അതിനെക്കുറിച്ചിട്ടുള്ള കാര്യം, പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അതാണ് ജനറൽ ഇൻഫർമേഷനിൽ വരുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് അബൌട്ട് പ്രിലിമിനറി അനാലിസിസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഈ ഒരു പ്രിലിമിനറി അനാലിസിസിൽ 4 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് present data on the gap between demand and supply for the output which are to be produced. അതായത് ഇപ്പം ഒരു പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിൽ ദർ വിൽ ബി ഗ്യാപ്പ്. സോ ആ ഗ്യാപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്ട്സിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്. അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ എത്രത്തോളമാണ് കപ്പാസിറ്റി ഉള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡേറ്റ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ, ദെൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറി അനാലിസിസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് അബൌട്ട് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. അതായത് എന്ത് ടൈപ്പിലുള്ള ടെക്നോളജി ഓർ പ്രോസസ്സ് ആണ് ഈ ഒരു പ്രോജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക. അതാണ് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് മാർക്കറ്റിംഗ് പ്ലാൻ. ദ ഫോളോയിങ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാനിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. 4 കാര്യങ്ങളാണ്. അതായത് ഓൾ അവൈലബിൾ ഡേറ്റ ഓൺ മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന
കിട്ടാവുന്ന പരമാവധി ഡേറ്റ കിട്ടണം, അവൈലബിൾ ഡേറ്റ ഉണ്ടായിരിക്കണം. ദെൻ ഡിമാൻഡ് ആൻഡ് പ്രോസ്പെക്റ്റീവ് സപ്ലൈ ഇൻ ഈച്ച് ഏരിയ ടു ബി സെർവ്ഡ്. അതായത് ഓരോ ഏരിയയിൽ സെർവ് ചെയ്യേണ്ടുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഡിമാൻഡും അതിൻ്റെ സപ്ലൈയും എത്രത്തോളമാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ദെൻ എസ്റ്റിമേറ്റ് ദ ഡിഗ്രി ഓഫ് പ്രൈസ് സെൻസിറ്റിവിറ്റി. അതായത് പ്രൈസ് കൂടുകയാണെങ്കിൽ ആൾക്കാരുടെ സമീപനം എങ്ങനെയാണ്, അതുപോലെ പ്രൈസ് കുറയുകയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ സമീപനം. അതാണ് എസ്റ്റിമേറ്റ് ദ ഡിഗ്രി ഓഫ് പ്രൈസ് സെൻസിറ്റിവിറ്റി. ദെൻ അനാലിസിസ് ഓഫ് ദ പാസ്റ്റ് ട്രെൻഡ്സ് ഇൻ ദ പ്രൈസസ്. അതായത് മുൻപ് കാലങ്ങളിൽ ആ പ്രൈസിനകത്ത് വരുന്ന വിലയിൽ വന്നിരിക്കുന്ന വിലയിലുണ്ടായിരിക്കുന്ന ട്രെൻഡ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടുന്നത്. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ അബൌട്ട് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് കോസ്റ്റ്. ഇൻഫർമേഷൻ ഓൺ all items of cost should be carefully collected and included in the report. അതായത് എന്തൊക്കെ കോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ ഐറ്റംസിന് എന്തൊക്കെ കോസ്റ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടായിരിക്കണം. ദെൻ 6th വണ്ണാണ് ഓപ്പറേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് കോസ്റ്റ്. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ചിലവുകൾ. സോ പ്രൊഡക്ഷൻ, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന ചിലവാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, ഫ്യൂവൽസ്, യൂട്ടിലിറ്റീസ്, ലേബർ കോസ്റ്റ്, റിപ്പയർ കോസ്റ്റ്, ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് അബൌട്ട് ഫിനാൻഷ്യൽ അനാലിസിസ്. അതായത് ഫിനാൻഷ്യൽ വയബിലിറ്റി അസസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അതുപോലെ തന്നെ സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേനും അതിന് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ് കിട്ടണം. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടിനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള അനുമതി നമുക്ക് അവിടെ നിന്നുള്ളൊരു പേപ്പർ നമുക്ക് കിട്ടണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ ഉൾപ്പെടുത്തേണ്ടുന്നത്. ഓക്കെ, ദെൻ എക്കണോമിക് അനാലിസിസ്. ഇവിടെ ഫോറിൻ ട്രേഡ് വഴി ഒരു എൻ്റർപ്രൈസിന് എങ്ങനെയാണ് എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അസസ് ചെയ്യാണ് എക്കണോമിക് അനാലിസിസിൽ ചെയ്യുന്നത്. ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദ പ്രോജക്റ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് കൺസൈസ്. പ്രോജക്റ്റ് വളരെ സിമ്പിൾ ആൻഡ് കൺസൈസ് ആയിരിക്കണം. അതിന് 3 ഫൈസാണ് അവിടെ പറയുന്നത്. അതായത് ആ ഒരു റിപ്പോർട്ട് 3 ഫൈസിൽ ഉൾപ്പെടുന്നതായിരിക്കണം. ദാറ്റ് ഈസ് സിംപ്ലിഫൈ, ജസ്റ്റിഫൈ, ക്വാണ്ടിഫൈ. സിംപ്ലിഫൈ എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസും ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഫാക്ട്സുകളെയൊക്കെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിലും വരുന്ന കാര്യങ്ങൾ അതിന് വ്യക്തമായ ഫാക്ട്സുകൾ ഉണ്ടായിരിക്കണം, അതിന് വ്യക്തമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ജസ്റ്റിഫൈ. ദെൻ ക്വാണ്ടിഫൈ എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷൻസും വെയ്റ്റ്സും എമൗണ്ട്സും എല്ലാം വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. സോ ഇൻ ടുഡേയ്സ് സെഷൻ വി വെർ ഡിസ്കസ്ഡ് അബൌട്ട് the guidelines for the preparation of a project reports. These guidelines are given by Planning Commission of India. There are 9 principles or guidelines for preparing a project report.